നോയ്സ് പുറത്തിറക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കളർ ഫിറ്റ് ഹെക്സ എന്ന ഒരു കിഡിലൻ സ്മാർട്ട് വാച്ച് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു ആർക്ക് വ്യൂ കർവ് ഡിസ്പ്ലേയോട് കൂടിയാണ് ഈ ഒരു വാച്ച് വന്നിട്ടുള്ളത്. ആസ് ഓൾവേസ് നോയ്സ് ഇപ്പോൾ ഇത് ഓഫർ പ്രൈസിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2499 രൂപയ്ക്കാണ് ഈ ഒരു വാച്ച് വാങ്ങിക്കാനായിട്ട് പറ്റുക. പക്ഷേ ഇൻട്രോഡക്ടറി ഓഫറിൽ ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 300 രൂപ എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. സോ 2199 രൂപയ്ക്ക് ഇത് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓഫർ പ്രൈസിൽ ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് ആദ്യം കാണുക. അതിനുശേഷം ഇത് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഓഫർ കിട്ടുന്ന ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാവുന്നതാണ്. ബോക്സിന് മുകളിലായിട്ട് നോയ്സിൻ്റെ ബ്രാൻഡിംഗ് കാണാനായിട്ട് പറ്റും. കുറച്ച് സ്പെസിഫിക്കേഷനൊക്കെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വാച്ചിൻ്റെ നല്ലൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. കളർ ഫിറ്റ് ഹെക്സ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാച്ചാണ്. ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ മുഴുവനായിട്ടും കാണാനായിട്ട് പറ്റും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു വാച്ചാണ്. ബ്രാൻഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ കാണാനായിട്ട് പറ്റും. 7999 ആണ് ഇതിൻ്റെ MRP വരുന്നത്. പക്ഷേ ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വാച്ചെല്ലാം നിങ്ങൾ പർച്ചേസ് ചെയ്ത ശേഷം എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട ശേഷം ഇത് ഗ്രാബ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഓഫർ പ്രൈസിൽ തന്നെ ഗ്രാബ് ചെയ്യുക. കാരണം പിന്നീട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോയ്സിൻ്റെ കളർ ഫിറ്റ് സീരീസിൽ ഒരുപാട് വാച്ചസ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള ഒരു വാച്ചാണിത്. മാത്രമല്ല ഇത്തരത്തിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്ന എല്ലാ വാച്ചസും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിലൂടെ നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കാറുണ്ട്. ഓൾമോസ്റ്റ് ഒരു 30 to 50% എല്ലാം ഓഫർ കൊടുത്തിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഈ റിവ്യൂ യൂണിറ്റ് എല്ലാം ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. മെയിൻ യൂണിറ്റിന് പുറമെ നമുക്ക് ബോക്സിൽ കിട്ടുന്നത് ഇത്തരത്തിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു കാർഡ് ഉണ്ട്. പിന്നെ നമുക്കൊരു യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ നമുക്കിതിലൊരു ഇത്തരത്തിലൊരു ചാർജിങ് കേബിളാണ് വന്നിട്ടുള്ളത്. ഒരു വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജിങ് കേബിളാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ ചാർജ് പ്ലഗ് ചെയ്ത ശേഷം ഇതിന് മുകളിലോട്ട് വാച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ബോക്സിൽ കിട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ ഓവറോൾ ഡിസൈനും അതുപോലെ ബിൽഡ് ക്വാളിറ്റി അതൊക്കെ ഒന്ന് ക്വിക്കായിട്ട് ചെക്ക് ചെയ്യാം. 1.96 ഇഞ്ചിൻ്റെ അമോൾഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിൽ വന്നിട്ടുള്ളത്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കേട്ടോ. മാത്രമല്ല 600 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഈ ഒരു വാച്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സ്ട്രാപ്പിനെ പറ്റി പറയുമ്പോൾ ഒരു ലെതർ സ്ട്രാപ്പാണ് ഈ ഒരു വാച്ചിൽ വന്നിട്ടുള്ളത്. നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു സ്ട്രാപ്പും വരുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നോയ്സിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫംഗ്ഷണൽ ക്രൗൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ്ങോട് കൂടിയാണ് ഈ ഒരു വാച്ച് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിറകിലായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു കവറിങ് കാണാനായിട്ട് പറ്റും. ഓവറോൾ നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു വാച്ച് വന്നിട്ടുള്ളത്. ഈ ഒരു വശത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും വാച്ചിൻ്റെ ഡിസ്പ്ലേ ഒരു കർവ്ഡ് ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഉള്ള ഡിസ്പ്ലേ ആണ്. ഈ ഒരു ഫംഗ്ഷണൽ ക്രൗൺ ബട്ടൺ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വാച്ച് ഫേസസ് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഇഷ്ടം പോലെ വാച്ച് ഫേസസ് ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നമുക്കിതിൻ്റെ മെനു ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. ഈ ഒരു ഫംഗ്ഷണൽ ക്രൗൺ ബട്ടൺ ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ മെനു ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ റൈറ്റിലോട്ടാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ സ്ക്രീൻ സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇതിൽ കാണാനായിട്ട് പറ്റും. താഴോട്ടാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ വിൻഡോ കാണാനായിട്ട് പറ്റും. നമ്മളിതിൽ കണക്ട് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ഇതിലിങ്ങനെ കാണാം. കോൾസിൻ്റെയും അങ്ങനെയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും ഉണ്ട്. ഇനി നിങ്ങൾ ലെഫ്റ്റിലോട്ടാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ അങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ്. ആക്ടിവിറ്റി ലോഗ്, നമ്മുടെ സ്ട്രെസ് മോണിറ്റർ, SpO2 മെഷർമെൻറ്റ്, പിന്നെ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. മുകളിലോട്ടാണ് നിങ്ങൾ സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലൊരു ക്വിക്ക് ആക്സസ് മെനു ഉണ്ട്. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബ്രൈറ്റ്നസ് മാനേജ് ചെയ്യാം, റേസ് ടു വേക്കപ്പ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഫ്ലാഷ് ലൈറ്റ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കിതിലൊരു സെറ്റിംഗ്സ് വിൻഡോ കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഡയൽ സെറ്റിംഗ്സ്, ജനറൽ സെറ്റിംഗ്സ്, പിന്നെ ബ്രൈറ്റ്നസ്, അതുപോലെ തന്നെ സോളിഡ് ഓൺ മോഡ്, അതുപോലെ തീം, പവർ ഓഫ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫാക്ടറി റീസെറ്റ് അടക്കം ഇതിൽ വരുന്നുണ്ട്. ജനറൽ സെറ്റിംഗ്സിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് പാസ്വേഡ് ഒക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്ക്രീൻ സേവർ ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. സോളിഡ് ഓൺ മോഡ് എന്നുള്ള ഓപ്ഷൻ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്ക്രീൻ ടേൺ ഓഫ് ആകുന്ന ടൈം ഇത്തരത്തിൽ ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് സെറ്റിംഗ്സിലേക്ക് വരികയാണെങ്കിൽ ബ്രൈറ്റ്നസ് ഈസി ആയിട്ട് ഇത്തരത്തിൽ മാനേജ് ചെയ്യാം. കൂട്ടും കുറക്കൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ഡയൽ സെറ്റിംഗ്സിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്കിത് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു വിൻഡോയിൽ ഒന്നുകൂടെ മുകളിലോട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് വീണ്ടും കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇൻക്ലൂഡിങ് കാൽക്കുലേറ്റർ, അതുപോലെ പവർ സേവിംഗ് മോഡ്, നമുക്ക് പാസ്വേഡ് വെച്ച് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ നമുക്കിവിടെ കലണ്ടർ കാണാനായിട്ട് പറ്റും. ഓൾ ആൻഡ് ഓൾ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. സ്മാർട്ട് വാച്ചുമായിരിക്കണം, മാത്രമല്ല ലെതർ സ്ട്രാപ്പും വേണം, ഇങ്ങനെ തിങ്ക് ചെയ്യുന്ന കുറേ ആളുകളുണ്ടാവും. അത്തരക്കാർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു മികച്ച മോഡൽ തന്നെയാണിത്. പേഴ്സണലി എനിക്ക് ഏറ്റവും അധികം ഇതിൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ആണ് കേട്ടോ. അമോൾഡ് ഡിസ്പ്ലേ ആണ്. മാത്രമല്ല 600 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഇതിൽ വരുന്നുണ്ട്. ടച്ചൊക്കെ വളരെ സ്മൂത്ത് ആണ്. നമുക്ക് നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെതറും വേണം, അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചും ആയിരിക്കണം. അങ്ങനെ ഒരു കോംബോ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു മികച്ച മോഡൽ തന്നെയാണിത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വാച്ചിൻ്റെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇതിൻ്റെ കോളിംഗ് ഫീച്ചറാണ്. അപ്പോൾ കോൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ആ ഒരു ബ്ലൂടൂത്ത് വഴി വാച്ചും അതുപോലെ നമ്മുടെ മൊബൈൽ ഫോണും തമ്മിൽ കണക്ട് ചെയ്യണം. ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പെയറിംഗ് മാത്രം പോരാ, ആ ഒരു കോളിംഗ് ഫീച്ചറോടെ നിങ്ങൾ കണക്ട് ചെയ്യാൻ മറക്കരുത്. കണക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ
ഡിവൈസ് എന്ന് കാണാനായിട്ട് പറ്റും. ഈ താഴ്ഭാഗത്തായിട്ട് ഡിവൈസ് എന്ന് കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. വാച്ചിൻ്റെ ഒരു ഇമേജ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ടൊരു ഫോൺ ബുക്ക് കാണാം. അതിൽ നമ്മൾ ടാപ്പ് ചെയ്യണം. ഈ ഒരു ഫോൺ ബുക്കിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു പ്ലസ് സിമ്പൽ കാണാനായിട്ട് പറ്റും. ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ഫോണിലുള്ള എല്ലാ കോൺടാക്ട്സും ഇതേപോലെ പോപ്പപ്പ് ആയിട്ട് വരും. ഇതിൽ നിങ്ങൾക്ക് ഏത് കോൺടാക്റ്റ് ആണോ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റ് ഇതേപോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോൾ ഐക്കണിൽ ഇതേപോലെ ടാപ്പ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. കോൺടാക്റ്റ് കാണാം, അതുപോലെ കോൾ ഹിസ്റ്ററി, ഡയൽ. കോൾ ഹിസ്റ്ററിയിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്ത കോളൊക്കെ കാണാനായിട്ട് പറ്റും. അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. കോൺടാക്റ്റ് കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുള്ള നമ്പറാണ്. ഓൾസോ നമുക്കിതിൽ ഇത്തരത്തിൽ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് കോൾ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കോൾ ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്യാണ്. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് കോൺടാക്റ്റ് ഈ ഒരു നമ്പർ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കോൾ ഇനീഷ്യേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോൾ ആൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് കൂടെ ഇതിൽ കിട്ടുന്നതാണ്. ഞാൻ വീട്ടിലുണ്ട്. ജംഗ്ഷനിലേക്ക് വരല്ലേ? ഓക്കെ ഞാൻ പോരാം. അപ്പോൾ നമ്മളങ്ങനെ കോൾ ഇനീഷ്യേറ്റ് ചെയ്തു. ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു. അത് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ ലൗഡ് സ്പീക്കറിൻ്റെ ഓപ്ഷനും അതെല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ കോൾ ചെയ്ത സമയത്ത് നല്ല ക്ലാരിറ്റിയിൽ തന്നെ കേൾക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓഡിയോ ക്ലാരിറ്റി ഒന്നും ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് ജിയോ ആണ്. സോ ബ്ലൂടൂത്ത് കോളിംഗ് എക്സ്പീരിയൻസ് ഓസം. കർവ്ഡ് ഡിസ്പ്ലേയോട് കൂടി വരുന്ന നോയ്സ് കളർ ഫിറ്റ് ഹെക്സ എന്ന ഈ ഒരു കിഡിലൻ സ്മാർട്ട് വാച്ചിൻ്റെ റിവ്യൂ ആൻഡ് അൺബോക്സിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ആസ് ഓൾവേസ് നോയ്സ് ഇപ്പോൾ ഇത് ഓഫർ പ്രൈസിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാച്ച് ഇൻട്രോഡക്ടറി ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് 300 രൂപ ഡിസ്കൗണ്ടോട് കൂടി വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഇത് ഗ്രാബ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള എക്സൈറ്റിംഗ് ഡീൽസ് വരുന്ന നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൻ്റെ ഡീറ്റെയിൽസ് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നിട്ടുണ്ട്. ഓൺലൈൻ ഓഫർ അപ്ഡേറ്റ് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.